coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിൻ അടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒത്തിരിയേറെ സ്നേഹത്തോടെ റേമ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും തന്നെ വളരെയധികം വേദനയിലും ദുഃഖത്തിലും പലവിധത്തിലുള്ള ആശങ്കയിലുമാണ്. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ നമ്മൾ പലരും ആകുലപ്പെടുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ നാളുകൾ ഒരുപാട് ദുഃഖദുരിതങ്ങളുടെയും വേദനകളുടെയും കണ്ണുനീരിൻ്റെയും പല വിധത്തിലുള്ള നൊമ്പരങ്ങളുടെയും നാളുകളാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മെ അവഗണിക്കുകയോ പരിത്യജിക്കുകയോ ചെയ്യുന്നവനല്ല നമ്മുടെ ഈശോ. നമ്മെ കരുതുവാനും ഏത് സാഹചര്യത്തിലും നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യുവാനും മതിയായവനാണ് നമ്മുടെ പൊന്നു കർത്താവ്. പൂർണ്ണമായും കർത്താവായ യേശുവിൽ ആശ്രയിക്കുക. ഈ സമയം ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, അവരുടെ പേരുകളെല്ലാം നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജായി സെൻഡ് ചെയ്യാം. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും അത് സന്ദേശമായിട്ട് അയക്കാവുന്നതാണ്. നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ കണ്ണുനീര് മറികടന്ന് കർത്താവിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിൽ എവിടെയെല്ലാം ദൈവജനം ഒന്നിച്ച് ഒരുമിച്ച് ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചു, അവിടെയെല്ലാം കർത്താവ് ഇറങ്ങി വന്ന് തൻ്റെ ജനത്തിന് വേണ്ടി വീറോടെ പ്രവർത്തിക്കുകയാണ്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ തന്നെയാണ് ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായും കർത്താവിൽ ശരണപ്പെടാം. ഇത് ദൈവത്തെ ആശ്രയിച്ച് കർത്താവിനെ മുറുകെ പിടിച്ച് നമ്മുടെ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കേണ്ട നാളുകളാണ്. ചുറ്റുപാടുകളും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ അരങ്ങേറിയേക്കാം. എന്നാൽ ഇതൊന്നും കണ്ട് നമ്മൾ അസ്വസ്ഥരാകരുത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വചനത്തിൽ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് കർത്താവ് പറയുകയാണ്, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന്
അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. സമാധാനം നഷ്ടപ്പെട്ട് മരണഭയത്തിലും ആകുലതയിലും കോവിഡ് മൂലമുള്ള ആശങ്കകളിലും, ഈ രോഗം എന്നെ കൊണ്ടുപോകും, എൻ്റെ കുടുംബത്തെ തകർക്കുമോ, എൻ്റെ പ്രിയപ്പെട്ടവരെ നശിപ്പിക്കുമോ, എല്ലാം ഇല്ലാതാക്കുമോ എന്നുള്ള ഒരുപാട് ആശങ്കകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് നമ്മെ നോക്കി പറയാം, മക്കളെ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. നിങ്ങളെ സുഖപ്പെടുത്തുവാൻ എനിക്ക് കഴിയും, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയും. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് സമാധാനം പ്രദാനം ചെയ്യാൻ എനിക്ക് സാധ്യമാണ്. ഈ ഒരു അവബോധം സങ്കീർത്തകനും രാജാവുമായ ദാവീദിനുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മരണകരമായ അനുഭവങ്ങളെല്ലാം തൻ്റെ മുൻപിലുണ്ടായിരുന്നപ്പോഴും ദാവീദിന് ഉറച്ച ദൈവാശ്രയത്വമുണ്ടായിരുന്നു. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. ഇത് വലിയൊരു വിശ്വാസമാണ്. ഇത് ദൈവത്തോടുള്ള ആശ്രയത്വത്തിന്റെ പ്രകടമായ അടയാളമാണ്. എന്താണ് ദാവീദ് വിളിച്ചു പറഞ്ഞത്? 3-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ ഇപ്രകാരം ദാവീദ് ഏറ്റുപറയുകയാണ്. ആ വചനം നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എത്ര മനോഹരമായ വചനമാണിത്! എൻ്റെ ചുറ്റും പ്രതിസന്ധികൾ എന്നെ വരിഞ്ഞു മുറുക്കുകയാണ്. മരണകരമായ അനുഭവങ്ങൾ മുൻപിലുണ്ട്. ഒരുപാട് പേര് തകർന്നു വീഴുന്നു. പലരും പല വിധത്തിലുള്ള നൊമ്പരങ്ങളാൽ നീറി പുകയുന്നു. എന്നാൽ ദാവീദ് പറയാ, ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഞാൻ ഉണർന്നെഴുന്നേൽക്കും, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും, കോവിഡ് മൂലം വേദനിക്കുന്ന ആയിരങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭയത്തിലായിരിക്കുന്ന ഒരു, പ്രത്യേകിച്ച് മരണഭയം. ഇതെന്നെ കൊണ്ടുപോകുമോ? എൻ്റെ ജീവിതം തീരാൻ പോവാണോ? എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ? ചെസ്റ്റിൽ, നെഞ്ചിലൊരു ഭാരം വരുന്നുണ്ടല്ലോ, ബ്ലഡിലുള്ള എൻ്റെ ഓക്സിജൻ ലെവൽ തീർന്നു പോകുന്നു. ഇതൊക്കെ നമ്മുടെ ചില ടെൻഷൻസ് ആണ്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് പലവിധ അസ്വസ്ഥകൾ കൊണ്ടുവരുന്നവര്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാണെങ്കിലും നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവിൻ്റെ കരങ്ങൾ വളരെ പവർഫുള്ളാണ്, അത് ശക്തങ്ങളാണ്, ബലമുള്ളതാണ്. ഏത് പ്രതിസന്ധികളെയും, ഏത് പ്രതികൂലങ്ങളെയും, ഏത് രോഗപീഠയെയും, ഏത് മഹാമാരിയെയും തകർക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസം, ആഴമേറിയ വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. നമുക്കൊരു ബോധ്യത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ആശങ്കകളിലേക്ക്, നമ്മുടെ ഭയങ്ങളിലേക്ക്, ഇവിടുത്തെ മരണഭയത്തിലേക്ക്. ഈ അടുത്ത ദിവസങ്ങളിൽ പലരും എന്നെ ഫോൺ ചെയ്തു, ബ്രദറെ, മരണഭയം പിടികൂടിയിരിക്കുക. അവർക്ക് വെറുതെ തോന്നുന്നു ശ്വാസം കിട്ടുന്നില്ല എന്ന്, ഓക്സിജൻ ലെവൽ താന്നു പോകുന്നു, വെറുതെ ചുമ്മാ ഇങ്ങനെ ഭീതി, ഇതുമൂലം ശ്വാസം മുട്ടുന്നത് പോലെ, തല കറങ്ങുന്നത് പോലെ. ഒരുപാട് പേര് വളരെ വിഷമത്തിൽ എന്നെ ഫോൺ ചെയ്തു, പ്രാർത്ഥിക്കണം ബ്രദറെ, ഈ മരണഭയത്തിൽ നിന്ന്, ഈ മരണഭയത്തിൻ്റെ പീഡയിൽ നിന്ന് രക്ഷ കിട്ടാൻ, വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കണം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് 2-3 പേരുടെ പ്രശ്നമല്ല. 10,000 ഇന്ന് ഈ ഒരു അവസ്ഥയിലാണ്, ഈ ഒരു പീഡയിലാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കാം. മരണഭയത്തിൻ്റെ പിടിയിൽ നിന്ന്, പലവിധ ആശങ്കകളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന്, ഭയപ്പാടുകളിൽ നിന്ന്, വിഷാദങ്ങളിൽ നിന്ന്, നിരാശകളിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വിമോചനം തരണമേ, പ്രത്യാശ തരണമേ, ഞങ്ങൾക്ക് ആനന്ദം തരണമേ, സൗഖ്യം തരണമേ, കൃപ തരണമേ, അഭിഷേകം തരണമേ. ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി, ഹൃദയം തുറന്ന് സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് വരണമേ, കോവിഡ് രോഗികളിലേക്ക് വരണമേ,
അവരെ പരിചരിക്കുന്നവരിലേക്ക് വരണമേ. ICU ബെഡിൽ കഴിയുന്നവരിലേക്ക് വരണമേ. വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് വരണമേ. ഹോളി സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒന്ന് ചേർന്ന് ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച് സ്നേഹത്തോടെ ഒരുമിച്ച് ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിച്ച്, ഇത് അത്ഭുതത്തിന്റെ സമയം. അനേകരെ കർത്താവിന്റെ ആത്മാവ് സുഖപ്പെടുത്തുന്ന സമയം, പ്രത്യാശ കൊണ്ട് കൃപ കൊണ്ട് നിറയ്ക്കുന്ന സമയം. എല്ലാം മറന്ന് ഒരുമിച്ച് പാടാം. ഈശോയേ, ഈശോയേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, Holy Spirit, anoint us, anoint us. ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഒരുമിച്ച് പാടുന്നു. അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. ഈ മഹാമാരി പകർച്ചവ്യാധി വിട്ടുമാറിക്കൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. എല്ലാവരും ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പാടുകയെ. ഞങ്ങൾ ആശങ്കകളിലേക്ക് വരിക, പരിശുദ്ധാത്മാവിന്റെ വിഷാദങ്ങളിലേക്ക് വരിക, ഈ രോഗാവസ്ഥയിലേക്ക് വരിക, ഈ ദുരിതങ്ങളിലേക്ക് വരിക. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സുഖപ്പെടുത്തുക, പരിശുദ്ധാത്മാവേ ബലപ്പെടുത്തുക, പരിശുദ്ധാത്മാവേ വിമോചിക്കുക, പരിശുദ്ധാത്മാവേ മരണഭയത്തിന്റെ പിടിയിൽ നിന്ന്, മരണഭയത്തിന്റെ പിടിയിൽ നിന്ന്, മരണഭയത്തിന്റെ പീഡകളിൽ നിന്ന് പരിശുദ്ധാത്മാവേ വിമോചനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് വരണമേ, ആശുപത്രികളിൽ രോഗികളായി കഴിയുന്നവരിലേക്ക് വരണമേ, തകർന്നിരിക്കുന്ന മക്കളിലേക്ക് വരണമേ, കോവിഡ് മൂലം ഭാരപ്പെടുന്നവരിലേക്ക് വരണമേ, അവരെ പരിചരിക്കുന്നവരിലേക്ക് വരണമേ, ഡോക്ടേഴ്സ് നഴ്സസിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഈ മഹാമാരിയെ അങ്ങയുടെ ഭുജബലത്താൽ നിയന്ത്രിക്കണമേ, നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അമ്മ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കും ശൗസപിതാവേ പിതാവിന്റെ മധ്യസ്ഥതയിലേക്കും ഞങ്ങളെല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന ഞങ്ങളെല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. രാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ, ദേശങ്ങളെ, ജനപദങ്ങളെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതൃരാജ്യമായ ഭാരതത്തെ, ഞങ്ങളുടെ സംസ്ഥാനമായ കേരളത്തെ, ഞങ്ങളെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കുന്നു. അവരെല്ലാം സൗഖ്യവും രക്ഷയും വിമോചനവും പ്രത്യാശയും കൊണ്ട് നിറയുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സമയം നമ്മൾ അല്പം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത്, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും 27-ാം സങ്കീർത്തനം 14-ാം വചനത്തിൽ ഇപ്രകാരം കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ശക്തമായ ആലോചന ഇതാണ്. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക. നമ്മുടെ മുൻപിൽ ഒരു മഹാപർവ്വതം പോലെ
കൊറോണ നിൽക്കുകയാണ്. ഈ മഹാമാരി മൂലം വരുന്ന നാശനഷ്ടങ്ങള്, തകർച്ചകള്, ദുരിതങ്ങള്, പ്രിയപ്പെട്ടവരുടെ മരണങ്ങള്, വേർപാടുകള്, ഇതുമൂലം നമ്മൾ ഒരുപാട് ആശങ്കയിലും ആകുലതയിലുമാണ്. എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ്, നമ്മൾ ദുർബലപ്പെടേണ്ട സമയമല്ല ഇത്. ധൈര്യം അവലംബിക്കേണ്ട സമയമാണ്. കർത്താവിൽ പ്രത്യാശ വയ്ക്കേണ്ട സമയമാണ്. നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢത പ്രാപിക്കേണ്ട സമയമാണ്. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് സർവാധിപത്യമുള്ള ദൈവമാണ്. തൻ്റെ സർവാധിപത്യം ഉപയോഗിച്ച് ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കുവാൻ കർത്താവിന് കഴിയും. എത്ര വലിയ മഹാമാരി ആവട്ടെ, പ്രതിബന്ധങ്ങളാകട്ടെ, തടസ്സങ്ങളാകട്ടെ, അസാധ്യതകളാകട്ടെ, ദൈവമായ കർത്താവിനെ തൻ്റെ സർവാധിപത്യം ഉപയോഗിച്ചുകൊണ്ട് ഈ അസാധ്യതകളെയും പ്രതിബന്ധങ്ങളെയും മഹാമാരികളെയും എല്ലാം അനുകൂലങ്ങളാക്കി, അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ ജനത്തിന് വിശ്വസിക്കാൻ പറ്റണം. നമ്മൾ ഈ വിശ്വാസത്തിൽ അടിയുറയ്ക്കണം പ്രിയപ്പെട്ടവരെ. എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിന് തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-ാം അധ്യായം 25-ാം വചനത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമുണ്ട്. കോവിഡിന്റെ ഈ നാളുകളിൽ നമ്മൾ ശബ്ദമുയർത്തി ഉറക്കെ പ്രഖ്യാപിക്കേണ്ട വചനമാണ്. അതിനാൽ ജനങ്ങളെ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് പൗലോസ് പറഞ്ഞത്? ജനങ്ങളെ, നിങ്ങൾ ധൈര്യമായിരിക്കുക. ശരിയാ, നമ്മുടെ മുൻപിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പല മരണങ്ങൾ സംഭവിക്കുന്നു. പലർക്കും ഹോസ്പിറ്റലുകളിൽ IC ബെഡ് കിട്ടുന്നില്ല. പലരുടെയും ഓക്സിജൻ ലെവൽ വളരെ വളരെ താഴ്ന്നതിലേക്ക് പോകുന്നു. പല കുടുംബങ്ങൾ വളരെ ആശങ്കയിലാണ്. അനേകം കുടുംബങ്ങളിൽ എല്ലാവർക്കും കോവിഡാണ്. അവരൊക്കെ ഒരുപാട് ഭയപ്പാടിലാണ്. ഈ രോഗം ഞങ്ങളെ കൊണ്ടുപോകും, ഞങ്ങൾ കുടുംബം ഇല്ലാതാകുമോ? പല പല വാർത്തകളിലൂടെ പലരും ഇതെല്ലാം കണ്ടും കേട്ടും ഒരുപാട് വിഷമത്തിലാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മൾ അറിയിക്കുകയാണ്, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. ഇത് ഭയപ്പെടേണ്ട സമയമല്ല. നമ്മൾ ദുർബലരാകേണ്ട സമയമല്ല. നമ്മൾ ഡിപ്രഷനിലേക്കും വിഷാദത്തിലേക്കും പോകേണ്ട സമയമല്ല. വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കേണ്ട സമയം, കൂടുതൽ കൂടുതൽ കർത്താവിനെ ആശ്രയിച്ച് വളരേണ്ട സമയം. വിശുദ്ധ പൗലോസ് പറയാണ്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം എപ്പോഴാ പൗലോസിലേക്ക് നടത്തിയതെന്നറിയോ? ആ സാഹചര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ കോവിഡിന്റെ ഈ സാഹചര്യത്തെക്കാളും വളരെ ഭീതിജനകമായൊരു സാഹചര്യത്തിലാണ് പൗലോസ് അപ്പോസ്തല പ്രവർത്തനം 27-ാം അധ്യായം 18, 19, 20 വചനങ്ങള് ഒരുമിച്ച് സ്ക്രീനിലോട്ട് നോക്കിയ വചനം വായിക്കുക. അപ്പോസ്തല പ്രവർത്തനം 27-ന്റെ 18, 19, 20. വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടി ഉലഞ്ഞതിനാൽ അടുത്ത ദിവസം അവർ ചരക്കുകൾ കടലിൽ എറിയാൻ തുടങ്ങി. വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പല് വട്ടം കറങ്ങാണ് നടുകടലില്. 3-ാം ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായ്കളും വലിച്ചെറിഞ്ഞു. 20-ാമത്തെ വചനം, വളരെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നതിനാൽ രക്ഷപ്പെടാമെന്ന ആശ തന്നെ ഞങ്ങൾ കൈവിടിഞ്ഞു. അവർ മരണമുഖത്താണ്, മരണവക്രത്തിലാണ്. ഏത് സമയത്ത് കപ്പൽ മുങ്ങിപ്പോകും, മരിക്കാൻ പോവാണ്. രക്ഷപ്പെടാമെന്നുള്ള, ഇനി ജീവിക്കാമെന്നുള്ള ആശ തന്നെ എല്ലാവർക്കും നഷ്ടപ്പെട്ട, മരണത്തിന്റെ ഗന്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തില് വിശുദ്ധ പൗലോസ് തന്റെ ദൈവത്തിലുള്ള ആശ്രയത്വം, വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ഈ കടലിൽ മുങ്ങി മരിക്കേണ്ടവരല്ല. ഈ ഉപ്പുവെള്ളം കുടിച്ച് നമ്മൾ ചത്തുപോകാൻ വിളിക്കപ്പെട്ടവരല്ല. ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവം നമ്മളെ സേഫ് ആക്കും.
ദൈവം നമ്മളെ സംരക്ഷിക്കും. ഈ മഹാവിപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ നിശ്ചയമായും കരകയറ്റും. പൗലോസ് പറയാണ്, എന്റെ ദൈവം എന്നോട് പറഞ്ഞത് അതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രതിസന്ധിയുടെ നാളിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ് ദൈവമായ കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോവിഡ് ബാധിച്ച എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വെന്റിലേറ്ററിൽ കഴിയുന്ന അവരുടെ ബന്ധുമിത്രങ്ങളെ, ICU ബെഡിൽ ആയിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുഃഖമുണ്ട്, വേദനയുണ്ട്. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ് മെഡിക്കൽ സയൻസ് അല്ല. അതെല്ലാം ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ് ഈ ലോകത്തിന്റെ ഒരു സംവിധാനവുമല്ല. നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ് ദൈവമായ കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 33-ാം അധ്യായം 6-ാം വചനം. ആ വചനം ഒന്ന് വായിച്ചേ. നമുക്ക് സ്ക്രീനിലില്ല, പെട്ടെന്ന് ആ വചനം വായിച്ചു. യെശയ്യാ പ്രവചനം 33:6 എന്താ പറയുന്നത്? അവിടുന്നാണ് നിന്റെ ആയുസ്സിന്റെ ഉറപ്പ്. കർത്താവാണ് നിന്റെ ആയുസ്സിന്റെ ഉറപ്പ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ ഈ വചനം ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്തെന്ന് പറഞ്ഞ് ഈ സമയം സൗഖ്യശക്തി വ്യാപരിക്കും. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ സൗഖ്യം ഒഴുകും. വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന രോഗികളിലേക്ക് കർത്താവിന്റെ സൗഖ്യം വ്യാപരിക്കും. ICU ബെഡിൽ ആയിരിക്കുന്നവരിലേക്ക് കർത്താവിന്റെ സൗഖ്യശക്തി വ്യാപരിക്കും. മരണഭയത്തിന് പിടിയിലായിരിക്കുന്ന ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ വിമോചനത്തിന്റെ ശക്തി വ്യാപരിക്കും. കർത്താവാണ് നിന്റെ ആയുസ്സിന്റെ ഉറപ്പ്. ആ വചനം എല്ലാവരും ഉറക്കെ പറഞ്ഞ, കർത്താവാണ് നിന്റെ ആയുസ്സിന്റെ ഉറപ്പ്. ഒരുമിച്ച് വചനം പറ, കർത്താവാണ് കർത്താവാണ് നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ്. നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ്. കർത്താവാണ് കർത്താവാണ് നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ്. നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ്. കർത്താവാണ് കർത്താവാണ് എന്റെ ആയുസ്സിന്റെ ഉറപ്പ്. എന്റെ ആയുസ്സിന്റെ ഉറപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ സഹോദര, നീ എന്തിനാ മരണഭയത്തിലായിരിക്കണേ? മരണഭയത്തിന്റെ ആ പീഡ ഈ സമയം വിട്ടുമാറി പോവാണ്. ആയിരങ്ങൾ ഈ പീഡയിലാണ്. ഞാൻ സ്നേഹത്തോടെ പറയാ, ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ സമയം ഈ ഒരു മരണഭയത്തിന്റെ പീഡ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത്. എനിക്ക് ചുമ്മാ തോന്നുന്നു, ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ടോ, തല കറങ്ങുന്നുണ്ടോ, ചെസ്റ്റിലൊരു ഭാരം വരുന്നുണ്ടല്ലോ, ദൈവമേ ഒരു കിതപ്പ് വരുന്നുണ്ടല്ലോ, എനിക്ക് കോവിഡ് മാരകമായി പിടിപെട്ടു, ഇനി ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ലേ, ദൈവമേ എല്ലാം തീരാൻ പോവാണോ? ഒരു 1.5 മണിക്കൂർ സമയം എനിക്ക് മനസ്സിലായി ഇതൊരു ഡിസീവിങ് തോട്ടാണ്, ഇതൊരു പീഡയാണെന്ന് മനസ്സിലായി. ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ചുമ്മാ പറയല്ല, ആ സമയം കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വന്നു. ആ പീഡയിൽ എനിക്ക് വിമോചനം കിട്ടി. അപ്പോഴാണ് മനസ്സിലായത് ഈ മരണഭയത്തിൻ്റെ പീഡ വന്നാൽ സംഭവിക്കുന്നൊരവസ്ഥ. ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്ന, ഒരുപാട് വ്യക്തികൾ ഈ പീഡയിലാണ്. ആ കെട്ട് കർത്താവ് പൊട്ടിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് നിയമാവർത്തന പുസ്തകം 32:6 ഇപ്രകാരം കർത്താവ് പറയാണ്. നിയമാവർത്തനം 32:6 അവിടെ എന്താ പറയുന്നത്? ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. തുടർന്ന് എന്താ വചനം പഠിപ്പിക്കുന്നത്? ഞാൻ നിന്നെ നിരാശപ്പെടുത്തുകയോ നിന്നെ പരിത്യജിക്കുകയോ ഇല്ല. ഏത് സാഹചര്യത്തിലും കർത്താവ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. കർത്താവ് നമ്മളെ നിരാശപ്പെടുത്തില്ല, നമ്മളെ പരിത്യജിക്കുകയില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വചനത്തിൽ ഉറപ്പായി വിശ്വസിച്ചോ, പൂർണ്ണമായി വിശ്വസിച്ചോ. നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, കർത്താവ് നമ്മളെ നിരാശപ്പെടുത്തില്ല. നമ്മളെ നിരാശപ്പെടുത്താൻ കർത്താവ് അനുവദിക്കില്ല. നമ്മളെ കർത്താവ് ഉപേക്ഷിക്കില്ല. നമ്മുടെ ദൈവം നമ്മളെ അവഗണിക്കില്ല, നമ്മളെ മാറ്റി നിർത്തില്ല. ഈ COVID-19, ഈ പകർച്ചവ്യാധി, അത് ന്യായവിധിയുടെ അടയാളം എന്തു തന്നെ ആവട്ടെ. പലരും പല വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട. എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിന്റെ കരുണ ഒഴുകപ്പെടുന്നിടത്തെല്ലാം അത് ദൈവനീതിയെ മറികടക്കുകയാണ്. ദൈവകരുണ ഒഴുകുന്നിടത്തെല്ലാം ഡെലിവറൻസുകളും സൗഖ്യങ്ങളും വെളിപ്പെടുകയാണ്. ദൈവകരുണ വ്യാപരിക്കുന്നിടത്തെല്ലാം പ്രതിസന്ധികൾക്ക് തീർപ്പുണ്ടാവുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് നിരാശപ്പെടുത്തില്ലോട്ടോ. കോവിഡ് മൂലം വിഷമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിരാശപ്പെടുത്തില്ല.
കർത്താവ് നമ്മൾ ഉപേക്ഷിക്കില്ല. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക, ധീരതയുള്ളവരാകുക, ധൈര്യമുള്ളവരാകുക, ദൈവാശ്രയത്തുള്ളവരാകുക, കൂടുതൽ പ്രാർത്ഥനയിൽ തീഷ്ണതയുള്ളവരാകുക, ദൈവകരുണയ്ക്ക് വേണ്ടി ചങ്കപൊട്ടി പ്രാർത്ഥിക്കുക, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. 1-2 വചനങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇനി അതാ ചെയ്യേണ്ടത്. ഈ മഹാമാരിയുടെ കാലത്ത് 42,000-ഓളം കേരളത്തിൽ 63 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം മാറ്റം വരുത്താൻ ദൈവത്തിൻ്റെ സർവാധിപത്യത്തിന് കഴിയും. എസെക്കിയേൽ പ്രവചനം 9:4 എന്താണ് പരിശുദ്ധാത്മ നമുക്ക് തരുന്ന ആലോചന? എസെക്കിയേൽ പ്രവചനം 9:4, ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന ദുഷ്ടതകളെ ഓർത്ത്, മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. നെറ്റിയിൽ അടയാളമിടുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സംരക്ഷണ മുദ്ര നമ്മുടെ നെറ്റിത്തടത്തിൽ കർത്താവ് പതിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മഹാമാരിക്കും ഇതില്ലാതാക്കാൻ പറ്റത്തില്ല. നമ്മൾ സംരക്ഷണ മുദ്രയുള്ളവരാ. കർത്താവിന്റെ തിരുച്ചോര കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ടവരാ. കർത്താവിന്റെ തിരുനാമത്താൽ മുദ്ര ചെയ്യപ്പെട്ടവരാ. കർത്താവിന്റെ തിരുവചനത്താൽ മുദ്ര ചെയ്യപ്പെട്ടവരാ. കർത്താവിന്റെ സഭയുടെ സമ്പന്നത കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ടവരാ. ഒരു മഹാമാരിക്കും, ഒരു പകർച്ചവ്യാധിക്കും, ഒരു തിന്മയ്ക്കും, യാതൊരു വ്യാധിക്കും നമ്മൾ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. സംരക്ഷണ മുദ്ര. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമുക്ക് കോവിഡ് ആണെങ്കിലും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പലവിധ ആശങ്കയിലാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്തിൽ ദൈവനിഷേധം വർദ്ധിക്കുന്നു, ദൈവദൂഷണം വർദ്ധിക്കുന്നു, ദൈവത്തെ പരിഹസിക്കുന്നു, വഴിവിട്ട ലൈംഗിക അതിക്രമങ്ങൾ പെരുകുന്നു, വേൾഡ് വൈഡായിട്ടുള്ള അക്രമങ്ങൾ, ടെററിസം, ഭീകര പ്രവർത്തനങ്ങൾ ഇന്ന് ഒരുപാട് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മാനസാന്തരമില്ലാത്ത മാരക പാപത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ, ജഡിക പാപത്തിൽ കഴിയുന്നവരെ, വിശ്വാസത്യാഗം സംഭവിച്ചവരെ, വിശ്വാസത്യാഗികളായ ആത്മാക്കള്, ദൈവസ്നേഹം വറ്റിപ്പോയ ആത്മാക്കള്, മനസാക്ഷി കരിഞ്ഞുപോയ ആത്മാക്കള്, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മന്നോഷരായ ആത്മാക്കള്, മന്ദത ബാധിച്ചവരെ, നമ്മൾ ഇങ്ങനെയുള്ള ആത്മാക്കൾക്കൊക്കെ വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിന് വേണ്ടി നമ്മൾ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള ഈ കഠിന പാപങ്ങൾ, ഘോര പാപങ്ങൾ, ഈ മാരക പാപങ്ങൾ മൂലം നിഷ്കളങ്കരുടെ നിലവിളി ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് ശമനമുണ്ടാകണമെങ്കിൽ അനേകം ദൈവമക്കൾ ഉണർന്ന് പരിത്യാഗത്തോടെ പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥനയുടെ അരൂപിയിൽ നിറയണം. ഈ സംരക്ഷണ മുദ്രയുള്ള കർത്താവിന്റെ ജനം ഒരുമിച്ച് ചേർന്ന് കാലത്തിന്റെ അടയാളം മനസ്സിലാക്കി, കാലത്തിന്റെ സൂചനകൾ മനസ്സിലാക്കി പ്രാർത്ഥനയിലേക്കും പരിത്യാഗത്തിലേക്കും നമ്മൾ തിരിച്ചു വരണം. ചങ്കുപൊട്ടി നിലവിളിക്കണം. കർത്താവ് കരുണ കാണിക്കും. വെളിപാടിന്റെ പുസ്തകം 7:3 കർത്താവ് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നുണ്ട്. കർത്താവ് കൊടുക്കുന്ന കമാൻഡ് എന്താണ്? വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിത്തടത്തിൽ മുദ്രകുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് തൻ്റെ മുദ്ര കൊടുക്കുകയാണ്. സംരക്ഷണ മുദ്ര പതിപ്പിക്കുകയാണ്. ഈ നാളുകൾ അങ്ങനെയുള്ള നാളുകളാണ്. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥനയുടെ നാളുകളാണ്, പരിത്യാഗത്തിന്റെ നാളുകളാണ്. ഇനി ഈ ലോകത്തെ രക്ഷിക്കുവാൻ പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവകരുണ ഒഴുകപ്പെടണം. ദൈവത്തിന്റെ കരുണ
തീമഴ പോലെ പെയ്തിറങ്ങണം. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ദൈവകരുണയുടെ തീ പടരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇല്ലെങ്കിൽ ഈ ദൈവനിഷേധവും ദൈവദൂഷണവും വഴിവിട്ട ലൈംഗിക അതിക്രമങ്ങളും മാരക പാപങ്ങളും അതുപോലെ തന്നെ ജഡീക പാപങ്ങളും വിശ്വാസത്യാഗവും ദൈവനിഷേധവും മൂലം ഈ ലോകം ആകെ മലിനപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ കോവിഡും ഇതും ഒരു അടയാളം തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവിലേക്ക് തിരിച്ചു വരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 2:13 എന്താ കാണാൻ കഴിയുന്നത്? നമ്മുടെ കർത്താവ് കരുണാമയനാണ്. കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായി വിധിയുണ്ടാകും, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുമായി പങ്കുവെച്ചതാണ്. കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം ദൈവനീതിയേക്കാൾ വളരെ 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 ശക്തമാണ്, വിലപ്പെട്ടതാണ്. നമുക്ക് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. നമുക്ക് നമ്മുടെ കർത്താവിന് മുറുകെ പിടിക്കാം. നമ്മുടെ ആയുസ്സിൻ്റെ ഉറപ്പ് മെഡിക്കൽ സയൻസ് അല്ല, നമ്മുടെ ആയുസ്സിൻ്റെ ഉറപ്പ് വെന്റിലേറ്റർ അല്ല, നമ്മുടെ ആയുസ്സിൻ്റെ ഉറപ്പ് മറ്റേ ഈ ലോകത്തിന് ഒരു സംവിധാനവുമല്ല. അതൊക്കെ വളരെ വളരെ നല്ലതാണ്, അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. എങ്കിലും ഉറപ്പ് ദൈവമായ കർത്താവാണ്.